എല്ലാ നിബന്ധനകളും മറികടന്ന പ്രമുഖരെ പോലും വെല്ലുവിളിച്ചാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ബീഹാറിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ കിട്ടിയ അവസരത്തിൽ തുറന്നടിച്ചത്. ഇപ്പോഴിതാ ദർഭംഗയിലെ അംബേദ്കർ ഹോസ്റ്റലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബീഹാർ ബി.ജെ.പി. പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാൾ രംഗത്തെത്തിയിരിക്കുന്നു. മുൻകൂർ അനുമതി ഇല്ലാതെയായിരുന്നു രാഹുൽ പരിപാടിക്ക് എത്തിയത്. ആയതിനാൽ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ പോരാ, ചെയ്ത പ്രവൃത്തിക്ക് ജയിലിലേക്ക് അയക്കണമെന്നാണ് ദിലീപ് ജയ്സ്വാൾ തുറന്നടിച്ചത്. ബീഹാർ ചാണക്യന്റെ മണ്ണാണെന്നും രാഹുലിന് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം ലംഘിച്ചിട്ടും കേസ് എടുക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധി ദൈവമാണോ? ബീഹാർ ചാണക്യന്റെ നാടാണ്. ഇവിടെ രാഹുലിന് ആളുകളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കണം. നിയമപരമായ അനുമതിയില്ലാതെ യോഗം നടത്താൻ ആരാണ് അദ്ദേഹത്തെ അനുവദിച്ചതെന്ന് ചോദിക്കണമെന്ന് ദിലീപ് ജയ്സ്വാൾ തുറന്നടിച്ചു. അതേസമയം ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ 163 ലംഘിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ദർഭംഗ ജില്ലാ ഭരണകൂടം വ്യാഴാഴ്ച അറിയിച്ചിരുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി ദർഭംഗയിലെ ഹോസ്റ്റൽ സന്ദർശിച്ചതിനെ JDU MP സഞ്ജയ് ചോദ്യം ചെയ്തിരുന്നു. സംവരണവും ജാതി സെൻസസും രാഷ്ട്രീയ നേട്ടത്തിനായി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു. ഈ വർഷം ബീഹാറിൽ തിരഞ്ഞെടുപ്പുള്ളതിനാൽ രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് രാഹുൽ അവിടെ പോയതെന്നും സഞ്ജയ് ആരോപിച്ചിരുന്നു. അതേസമയം 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ ഓരോ ദിവസവും രാഷ്ട്രീയ ചൂട് ഉയരുകയാണ്. ഭരണകക്ഷിയായ NDA സഖ്യത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് RJD സഖ്യം ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ ബീഹാർ സന്ദർശനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ 4ാമത്തെ തവണയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ദർഭംഗയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാർട്ടി പ്രവർത്തകർ നിലത്തിരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് വിദ്യാർത്ഥികളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതോടെ സംഘർഷം ഉടലെടുത്തു. ഹോസ്റ്റലിലേക്ക് എത്തുകയായിരുന്ന രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം പദയാത്ര നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. വേദിമാറ്റം മനഃപൂർവ്വമാണെന്നും ഭരണകക്ഷിയായ JDU BJP സഖ്യം രാഹുൽ ഗാന്ധിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. AICC മീഡിയ കോർഡിനേറ്റർ അഭയ് ദുബെ ഇതിനെ അടിച്ചമർത്തൽ നീക്കം എന്നാണ് വിശേഷിപ്പിച്ചത്. ദളിത് യുവാക്കളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട യുവജനങ്ങളുടെയും ശബ്ദം അടിച്ചമർത്താനുള്ള രാഷ്ട്രീയ പ്രേരിതമായ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നതായി കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നുണ്ട്.